ശരിയല്ല. അപ്പോ ആചാരങ്ങളുടെ തലങ്ങളെടുത്താൽ ഓരോ കാര്യങ്ങളിലും മനസ്സും ബുദ്ധിയും എല്ലാം ചേർന്ന് സകല ജീവികളെയും ചേർത്ത് വച്ച് ഒരു പശുവിനെ കറന്നാൽ അടുത്തുള്ള ആളുകൾക്കും വീട്ടുകാർക്കും ചെടികൾക്കും വെള്ളത്തിനും ഒക്കെ കൊടുത്തിട്ട് ഉപയോഗിച്ച കാലങ്ങളിൽ ശരിയല്ല. ആദ്യത്തെ കുറെ കാലത്തെ പാൽ കുട്ടിക്കായതുകൊണ്ട് കറക്കരുതെന്നും കുടിക്കരുതെന്നും തീരുമാനിച്ച കാലങ്ങളിൽ ബാലാമ്മപ്പാൽ പണമുള്ളവനായാലും ദരിദ്രനായാലും സാധാരണക്കാരനായാലും ഒരു ചക്ക പറിച്ചാൽ മാങ്ങ പറിച്ചാൽ ആദ്യം പറിക്കുന്നത് മുറിച്ച് അയൽവക്കത്തെല്ലാം എത്തിച്ചു കൊടുത്ത കാലങ്ങളിൽ ശരിയല്ല. ഇന്ന് അങ്ങനെയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലയൊന്നും പിഞ്ചുവാണം വേണ്ട, രണ്ടും ബോത്ത്. ഇത് ശാസ്ത്രത്തിൻ്റെയും മാനവന്റെയും പുരോഗതിയും വികാസവുമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പുത്തൻകുറ്റുകാരുടെ കാലങ്ങളിൽ ശരിയല്ല. ചേർത്ത് വെച്ചിട്ട് പഠിക്കുക മാനവന്റെ അഹം എങ്ങനെ വികസിക്കുന്നു. ജീവൻ മുക്തനിലേക്കുള്ള വികാസത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ബ്രഹ്മസ്തംഭ പര്യന്തം അഹമേവേതി നിശ്ചയി, ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ സകലതിലും ഞാൻ തന്നെയാകുന്നു എന്ന് നിശ്ചയിച്ചുറച്ചവൻ. ഇതവർ ചെയ്യുമ്പോൾ വീട്ടിലിരുന്ന് സന്ധ്യയ്ക്ക് ജപിക്കുന്നതും ഇതാണ്. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അതു തൊന്നായിക വേണം, ഇഹ തൊന്നുന്നതാകിലഖിലം ഞാൻ ഇതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. എ ഹ്യൂമൻ മെറ്റമർഫോസിസ്, മാനവന്റെ ഒരു അവാന്തര പരിണാമം. ആംഗലേയ ഭാഷയിൽ അവർ ഫ്രം ഇൻഡിവിഡ്വാലിറ്റി ടു പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും. അവന്റെ വ്യക്തിനിഷ്ഠമായ അഹം പൂർണ്ണമായി നഷ്ടപ്പെടുകയും വ്യക്തി അഹം സമഷ്ടി അഹത്തിലെത്തുകയും ചെയ്യുക. ഇന്ന് മനുഷ്യൻ വികസിക്കുന്നത് വ്യക്തി അഹത്തിലേക്കാണ്. അത് വർദ്ധിപ്പിക്കുമാറുള്ള കൂട്ടായ്മകളായിരുന്നുള്ളത്. വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വഭാഗേജ പണ്ഡിത സമദർശിന. എത്ര വേറിട്ട് കാണാൻ കഴിയുമോ അത്രയും അയാൾ ഇന്ന് പണ്ഡിതനാണ്. ശരിയല്ല, അങ്ങനെയല്ല, അങ്ങനല്ലേ? അങ്ങനെ ഇന്ന് പണ്ഡിതന്റെ ലക്ഷണം. ഇന്ന് പണ്ഡിതന്റെ ലക്ഷണം അതാണ്. എത്ര ഭേദബുദ്ധി കൂടുതലുണ്ടോ, നിങ്ങൾ ഉടുക്കുന്നതിനേക്കാൾ എത്ര വില കൂടിയത് ഉടുക്കാൻ എനിക്ക് കഴിവുണ്ടോ, നിങ്ങൾ സഞ്ചരിക്കുന്നതിനേക്കാൾ കൂടിയ തലത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നുവോ, നിങ്ങൾ ഉറങ്ങുന്നതിനേക്കാൾ കൂടിയ തലങ്ങളിൽ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നുവോ, മനസ്സിലായി? ആ വ്യത്യാസത്തിന് ഞാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഞാൻ പണ്ഡിതനാകുന്നത്. ശരിയല്ല. മറിച്ച് വിനയവും സൗശീല്യവും
സമതയും സമാനതയും പണ്ഡിതൻ ഇഷ്ടപ്പെടുന്നില്ല. ഇനി ഏതെങ്കിലും ഒരുവൻ അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ഭക്തൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല. ശരിയല്ല? അങ്ങനെയൊക്കെ പറയാവോ? അങ്ങനെയൊക്കെ പെരുമാറോ? ഭക്തൻ കൈകാര്യം ചെയ്തതല്ലേ? ശരിയല്ല? ലോകമതാണ്. ലോകത്തിന്റെ പോക്കതാണ്. അപ്പോ വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വഭാഗേര പണ്ഡിത സമദർശി. സമദർശിയായ അത് വരുന്നത് ബ്രഹ്മാവ് മുതൽ ഉൾക്കൊടി വരെ സകലതും ഞാനാണ് എന്ന് ബോധ്യം വരുമ്പോഴാണ്, നിശ്ചയിച്ചുറയ്ക്കുമ്പോഴാണ്. അവിടെ നിർവികൽപ്പനായി, നിശ്ചിന്തനായി, ശുചിയായി. കാരണം ഈ ഭേദങ്ങളൊക്കെയാണ് അശുചി, ഭേദമൊന്നുമില്ല. പ്രാപ്താപ്രാപ്ത വിനിർവ്രതനായി, ലാഭാലാഭ ചിന്താമുക്തനായി, പ്രാപ്തമേത് അപ്രാപ്തമേത് അതൊന്നും ചിന്തയില്ല അത്തവനായി തീരുന്നു. അപ്പൊ ബ്രഹ്മാവ് മുതൽ ഉൾക്കൊടി വരെ സർവവും ഞാനെന്നറിഞ്ഞവൻ നിശ്ചിന്തനും ശുദ്ധനും ശാന്തനും ലാഭാലാഭ ചിന്താമുക്തനും ആയിത്തീരുന്നു. ഇത് ആചാരങ്ങളിലൂടെ കാണാമായിരുന്നു. ആചാരങ്ങളുടെ പ്രത്യേകതയായിരുന്നു. അടുത്തത് 8. നാനാശ്ചര്യമിദം വിശ്വം ന കിഞ്ചദിതി നിശ്ചയി നിർവാസന സ്ഫൂർത്തിമാത്രാഃ ന കിഞ്ചിദിവ ശമ്യതി. നാനാശ്ചര്യമിദം വിശ്വം ന കിഞ്ചിദിതി നിശ്ചയി നിർവാസന സ്ഫൂർത്തിമാത്രാഃ ന കിഞ്ചിദിവ ശമ്യതി. ഇദം നാനാ ആശ്ചര്യം വിശ്വം ന കിഞ്ചിത് ഇത് നിശ്ചയി നിർവാസന സ്തൂത്രിമാത്രഃ സൻ കിഞ്ചിത് ന അസ്തി ഇതി ജ്ഞാത്വാ ശമ്യതി. ഇദം നാനാ ആശ്ചര്യം വിശ്വം. ഈ നാനാപ്രകാരത്തിലുള്ള അത്ഭുതകരമായ പ്രപഞ്ചം, നിത്യവും ദൃശ്യമാകുന്ന ഈ പ്രപഞ്ചം ഒരു തവണ കണ്ടിട്ട് പിന്നെ നോക്കുമ്പോൾ അത്ഭുതം ഉളവാക്കുന്നതാണ്. നോക്കുന്നവനെ സംബന്ധിച്ച് അത്ഭുതം ഉളവാക്കുന്നതാണ്. ഇത്രയും അത്ഭുതകരമായി നൈസർഗികമായ പ്രപഞ്ചത്തിൽ ഇനി ഇവന്റെ സൃഷ്ടമായ അത്ഭുതത്തിന് ഓടുന്നു എന്നതാണ് കർത്തൃത്വത്തിന്റെ ഭാവം. ഓരോ ചെടിയും വളരുന്ന വളർച്ച പോലും അത്ഭുതകരമാണ്. മനുഷ്യൻ ഉച്ഛ്വസിക്കുന്ന, ജീവികൾ ഉച്ഛ്വസിക്കുന്ന കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് കെട്ടിടം ഉണ്ടാക്കാതെ, മാലിന്യം പുറത്തേക്ക് തള്ളാതെ, രാപകല് തൊഴിലാളികൾ പണിയെടുക്കാതെ ഈ ലോകത്തിന് മുഴുവൻ ആവശ്യമുള്ള പ്രാണവായുവിനെ നിത്യനിരന്തരമായി പകല് ഉൽപ്പാദിപ്പിക്കുന്ന കോടാനുകോടി വർഷങ്ങളുടെ പണി അവകാശപ്പെടാവുന്ന, അതിനകത്തെ ഒരു കോശ അധ്യക്ഷൻ പോലും സമരം ചെയ്യാത്ത, ഹർത്താൽ ആചരിക്കാത്ത
തൊട്ടപ്പുറത്ത് നിൽക്കുന്നവനെ വെട്ടി നശിപ്പിച്ചിട്ടും യൂണിയനായിട്ട് ചിന്തിക്കാത്ത, ഒരുത്തനെ വെട്ടി വിറകാക്കിയിട്ട് ആ വിറക് കത്തിക്കുമ്പോൾ വരുന്ന കാർബൺ ഡയോക്സൈഡ് എന്റെ തന്തയെ ദഹിപ്പിച്ചതാണ്, അത് ദഹിപ്പിച്ചവൻ നാളെ മുതൽ ശ്വസിക്കണ്ട എന്ന് തീരുമാനമെടുക്കാതെ കാരുണ്യപൂർവം അതുപോലും ഓക്സിജനായി വിട്ടുതരുന്ന ഈ പ്രകൃതിയുടെ അത്ഭുതത്തിന് മുമ്പിൽ കണ്ണില്ലാത്ത അന്ധനായവൻ ഏതോ ഒരു നിർമ്മലാനന്ദഗിരി എവിടെയോ ഒളിച്ചു വെച്ച 10 പൈസ നാണയം എപ്പോഴോ കയ്യിലെടുത്ത് പൊക്കിക്കാണിച്ചാൽ ലോകാത്ഭുതമാണെന്ന് പറഞ്ഞ് 100 പേർ അതിനെ ലോകോത്തരമാക്കാൻ നടക്കുമ്പോൾ അറിവില്ലായ്മയുടെ കോടരങ്ങളിൽപ്പെടുന്ന മനുഷ്യൻ എന്നാണ് ഈ അത്ഭുതം കാണുക? ഇത് മനസ്സിലായില്ല. കണ്ണുള്ളവൻ കണ്ടാൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ചുറ്റും കാണുന്നത്. ഫാക്ടറി കെട്ടിയുണ്ടാക്കിയിട്ടില്ല, ഗവേഷകർ കുത്തിയിരുന്ന് ഗവേഷണം ചെയ്തിട്ടില്ല, റോ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ സ്റ്റോർ കീപ്പേഴ്സ് ഇല്ല, റോ മെറ്റീരിയൽ ഇറക്കുമതി ചെയ്തിട്ടില്ല, കയറ്റിറക്കുമതി നിയമങ്ങളില്ല, അവൻ ഇതെടുത്തുകൊണ്ട് പോയി ഇവൻ ഇത് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് കേസില്ല, പിരിച്ചുവിടലില്ല, ഭീഷണിയില്ല. ശരിയല്ല. ഇത് നൊട്ടി നുണഞ്ഞ് തിന്ന് ജീവിക്കുന്ന മനുഷ്യൻ അവന്റെ ജീവനമായത് പോലും 5 പൈസ മുടക്കിയല്ല വാങ്ങുന്നത് എന്ന മഹോന്നതമായ സത്യത്തെ അംഗീകരിക്കാതെ, അതിന്റെ പിന്നിലെ ചേതനയെ അംഗീകരിക്കാതെ, അതിന്റെ പിന്നിലെ നിസ്സംഗവും നിസ്തന്ത്രവുമായ സമഷ്ടി സങ്കല്പങ്ങളെ കാണാതെ, അഹംമമതകളിൽ അവയെ മുഴുവൻ നശിപ്പിക്കുമാർ അവൻ കെട്ടിപ്പൊക്കിയ അല്പമാത്രമായ ജീവിതോപാധികളെ അത്ഭുതങ്ങളെന്ന് മാധ്യമങ്ങൾ പുകഴ്ത്തുമ്പോൾ, ഭക്തന്മാർ ഓലിയിടുമ്പോൾ, ലോകാത്ഭുതമായി മഹത്സത്യം കാണാതെ പോകുന്നു എങ്കിൽ അതിവിസ്മയമായി ഈ പ്രപഞ്ചം ആ വിസ്മയം നോക്കിക്കണ്ടാൽ ഇത്ര വിസ്മയമായി പ്രപഞ്ചത്തിന്റെ പിന്നിലെ ചേതന എത്ര വിസ്മയകരമായിരിക്കും? ചോദ്യം മനസ്സിലായില്ല. സൃഷ്ടിയുടെ വിസ്മയം ഇത്ര വൈചിത്ര്യമുള്ളതാണെങ്കിൽ സൃഷ്ടൃവൈചിത്ര്യം എത്ര ഗഹനമായിരിക്കും, ഗംഭീരമായിരിക്കും, എത്ര ആദരപൂർണമായിരിക്കും. ഒരുപാട് പഠിച്ചില്ലേ? ഒരുപാട് അക്ഷരങ്ങളൊക്കെ പേരിന്റെ അവസാനം എഴുതാറായില്ലേ? ഒരുപാട് സ്റ്റാറുകൾ തോളയിൽ നിരത്തി വെച്ചില്ലേ? ഇവയൊക്കെ അർത്ഥശൂന്യമാകുന്ന ഒരു അത്ഭുത ലോകം ഈ പഠിപ്പെല്ലാം ഉണ്ടായിട്ടും നിന്റെ കൺമുമ്പിൽ കാണാതെ പോയ നിന്നെ അന്ധനെന്നല്ലാതെ എങ്ങനെ വിളിക്കും? ഇത് മനസ്സിലായില്ല? അല്ല, ശരിയല്ല ഞാൻ പറഞ്ഞു.
സകല ചരാചരങ്ങളുടെയും ജീവനാണ്. സകല ചരാചരങ്ങളുടെയും. ഒരാളും പണിയെടുക്കാതെ, ഒരു ഫ്ലക്സിലും ബോർഡ് എഴുതാതെ, ഒരു നോട്ടീസും അടിക്കാതെ, ഒരു മീറ്റിംഗും കൂടാതെ, ഒരണയുടെ ചെലവില്ലാതെ ജീവൻ അത്യന്താപേക്ഷിതമായതത്രയും ലഭിച്ചിട്ടും അത്യന്താപേക്ഷിതമായത് പ്രാണനാണ്. അടുത്തത് ആഹാരമാണ്. ഇത് രണ്ടും അവിടെ നിന്നാണ് വരുന്നത്. അടിസ്ഥാനമായ ആഹാരം മുഴുവൻ പ്രോട്ടീനും ഫാറ്റ്സും കാർബോഹൈഡ്രേറ്റും. ഇത് മൂന്നും ആഹാരം. ഇത് മൂന്നും ബേസിക്കായിട്ട് കാർബണും ഹൈഡ്രജനും ഓക്സിജനും പ്രോട്ടീനിൽ അല്പം നൈട്രജനുമാണ്. ഇതത്രയും വേരിലും തണ്ടിലും കായിലും പൂവിലും ഉൽപ്പാദിപ്പിക്കുകയും ആ അടിസ്ഥാന ആഹാരം ആഹരിച്ച് ജീവികളിൽ ഉണ്ടാവുകയും ജീവികളെ ആഹരിച്ചടുത്ത സെറ്റ് ജീവികളിൽ ഉണ്ടാവുകയും ചെയ്യുന്നുവെങ്കിൽ മൗലികാഹാരം ഇതാണ്. മൗലികാഹാരം ഉണ്ടാക്കാൻ മാനവന്റെ ബുദ്ധിശക്തിക്കും മാനവന്റെ വിദ്യയ്ക്കും മാനവന്റെ സംഘടനാ പാടവത്തിനും മാനവന്റെ ഭരണ നൈപുണിക്കും മാനവന്റെ നിയമവ്യവസ്ഥയ്ക്കും ഒരിക്കലും കഴിയില്ലെന്ന് മാത്രമല്ല, ഈ ഉൽപാദന പ്രക്രിയയുടെ വേരെറുക്കാനും താറുമാറാക്കാനും മാത്രമേ അവന്റെ വിദ്യയ്ക്കും വികാസത്തിനും പഠിപ്പിനും പങ്കിനും അവന്റെ സാങ്കേതിക വിദ്യയ്ക്കും കഴിയൂ എന്ന് ആർക്കാണ് അറിയില്ലാത്തത്? നിങ്ങളൊരു വീട് വെച്ചാൽ, നിങ്ങളൊരു ഫാക്ടറി ഉണ്ടാക്കിയാൽ, നിങ്ങളൊരു വെയിറ്റിംഗ് ഷെഡ് കെട്ടിയാൽ, നിങ്ങളുടെ യാത്രയ്ക്കൊരു റോഡ് വെട്ടിയാൽ, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം കൊണ്ടു നടക്കാൻ ഒരുങ്ങിയാൽ, അപ്പോഴൊക്കെ ജീവന്റെ മൗലികങ്ങളായ അംശങ്ങളായ പ്രാണനെയും അന്നത്തെയും ചവിട്ടി മെതിച്ചാണ് നിങ്ങളുടെ അഹന്ത നീങ്ങുന്നത്. ഒരന്നമോ പ്രാണന്റെ ഒരു തരുമ്പോ നൽകാനാവാത്തവൻ ഇത് രണ്ടും വലിച്ചെടുത്തിട്ടും കരുണാപൂർണം ദുഷ്ടനായ മനുഷ്യനെ കൂടി സ്നേഹിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുത ശക്തിക്ക് മുൻപിൽ നമ്രതിരസ്കനാകേണ്ടവൻ അല്പമാത്രമായ തന്റെ കഴിവുകളെ പ്രോജ്വലിപ്പിച്ച് കാണിച്ച് അവയ്ക്കു ലഭിക്കേണ്ടുന്ന ഭക്ത്യാദരങ്ങളെ മുഴുവൻ തന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുറഞ്ഞപക്ഷം അവയിൽ താനാണെന്നെങ്കിലും സ്മരിക്കുന്നില്ലെങ്കിൽ മനസ്സിലായില്ല? പിടിയിട്ടില്ല. ഇവിടെയാണ് ഭാരതീയൻ പദമെന്നുള്ളത്. ഇനി മെല്ലെ ഒന്ന് നിശബ്ദമായി ചിന്തിച്ചു നോക്കൂ. ഈ സംസ്കൃതിയുടെ ജീവവായുവിൻ്റെ അല്പമെങ്കിലും നമ്മളിലുണ്ടോ?
എന്ത് ഭാരതീയരാണ്! ഇത് നമ്മുടെ ജീവവായുവിൽ എവിടെയെങ്കിലും ആന്തോളനമുണ്ടാക്കുന്നുണ്ടോ? എന്താ പറയട്ടാ നോക്കുന്ന സമയം എന്നാണോ? എന്തായി? 12 ഇതങ്ങ് തീർക്കാം. അപ്പൊ പിന്നെ അടുത്ത അധ്യായം അതെ അതങ്ങ് തീർക്കാം. ആ ഒരു നോന്ന് തീർത്തിട്ട് തീർന്നില്ലല്ലോ. അപ്പോൾ അത്യാശ്ചര്യകരമാണ് ഈ വിശ്വം. ആ വിശ്വം നാനാ ആശ്ചര്യത്തോടുകൂടി ഈ പ്രപഞ്ചം. ന കിഞ്ചിത് ഇതി, ഇത്രയും ചൂണ്ടിക്കാണിച്ച ഈ വിശ്വം ഇല്ല എന്നറിയുന്ന ഒരവസ്ഥ. അപ്പോൾ അവന്റെ അറിവെന്താണ്? ഈ വിശ്വമേയില്ല. നാനാശ്ചര്യകരമായ ഈ വിശ്വം ന കിഞ്ചിത് ഇതി, ഒട്ടും തന്നെയില്ല, വെറും തോന്നലാണ്. ഇത്രയും അത്ഭുതകരമായ വിശ്വമില്ലെന്ന് ഉറയ്ക്കുന്നവൻ പിന്നെ ഏതെങ്കിലും അത്ഭുതത്തിൽ മതിമറന്നു പോവോ? ഇതിനേക്കാൾ അത്ഭുതമൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തൻ്റെ അയൽവക്കത്തൂടൊക്കെ നടന്നലയുന്ന ഒരു നായ, നാടൻ നായ, മനുഷ്യൻ വളർത്തി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് അവൻ രാവിലെ ആഹാരമൊന്നും കഴിക്കുന്നില്ല. ഇപ്പൊ നോക്കി എന്താ ഇവൻ ആഹാരമൊക്കെ നിർത്തി ഉപവാസം തുടങ്ങിയിരിക്കുന്നു. ഒറ്റ ആഹാരവും കഴിക്കുന്നില്ല. അവൻ പോയി കറുക പറിച്ചു തിന്നുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വൈദ്യൻ കറുകപ്പിൽ ഇടിച്ചു പിഴിഞ്ഞ് കൊടുക്കുന്നത് വല്ല അത്ഭുതം തോന്നുന്നു. ഇത് സാധാരണ നാടൻ പട്ടിക്ക് പോലും അറിയാവുന്നതാണ്. അപ്പൊ പറയാൻ തോന്നുകയല്ലേ, നിർമ്മലാനന്ദഗിരി ഇതൊക്കെ നാടനാണ്. ഇതിലെന്ത് അത്ഭുതമാണ്. അതിനാ കണ്ണുറന്ന് നോക്കി പഠിക്കണം. ജീവിതത്തിന് ചുറ്റും നോക്കണം. എങ്ങനെയാണ് ഇവയൊക്കെ ജീവിക്കുന്നതെന്ന് നോക്കണം. അവ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നോക്കണം. എങ്ങനെയാണ് അവ പുറത്തു വരുന്നതെന്ന് നോക്കണം. ഇത് നോക്കിയാൽ കാണാം. ജീവജാലങ്ങളുടെ ഈ പ്രകൃതമൊക്കെ കാണാം. അവ എങ്ങനെ ഇരപിടിക്കുന്നു, അവ എങ്ങനെ ജീവിക്കുന്നു, അവ എങ്ങനെ പരസ്പരം സഹകരിക്കുന്നു. ഇരുമ്പ് ഗർഡറുകളെടുത്ത് നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കി പാലമൊക്കെ ഉണ്ടാക്കി ഓടിക്കുമ്പോൾ വീടിൻ്റെ ഓടയിൽ, വളരെ ചെറിയ ഓടയിൽ, വെള്ളം പോകുന്ന ഓടയിൽ രാവിലെ തൂത്തുവാരാൻ ചെല്ലുന്ന വല്യമ്മ നോക്കിയപ്പോൾ ഓടയ്ക്ക് അങ്ങേപ്പുറത്ത് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് പോയ പായസം കിടക്കുന്നു. ഓടയ്ക്കിപ്പുറത്ത് പെരയുടെ അരികിൽ നിന്ന് ഉറുമ്പ് ഓടയുടെ ഒരരികിൽ വന്ന് നിന്ന് അവൻ്റെ ദേഹത്തൂടെ വേറൊരു ഉറുമ്പ് കയറി വന്ന് ഇവൻ കടിച്ചു പിടിച്ച്, ഇപ്പുറത്ത് നിൽക്കുന്ന ഉറുമ്പ് പരസ്പരം കടിച്ചു പിടിച്ച് ഗാർഡറുകൾ കൂട്ടിയുണ്ടാക്കി അപ്പുറത്തേക്കൊരു പാലം റെഡിയാക്കി, ജീവനുള്ള പാലം റെഡിയാക്കി. അതിൻ്റെ പൊക്കത്തിലൂടെ ഉറുമ്പുകൾ ഒന്നായിട്ട് സഞ്ചരിച്ച് ഈ പായസമൊക്കെ പെറുക്കിയെടുത്ത് മെല്ലെ അവിടുന്ന് ആ വെയിറ്റോടുകൂടി വന്ന് ഇതിൻ്റെ പൊക്കത്തിൽ കൂടെ കയറി ഇപ്പുറത്തേക്ക് കടന്നു പോകുമ്പോൾ ആ അത്ഭുതത്തിൽ സ്തബ്ധനാകാൻ അവന് തോന്നും.
കണ്ടിട്ടില്ല. ഇതിനിടയിൽ മരിക്കില്ല. ഇത് നിങ്ങളുടെ കുസൃതി കൊണ്ടൊരു കമ്പ് കൊണ്ട് തട്ടി താഴേക്കിട്ടാൽ അവനൊരു പന്ത് പോലാവും. അവനൊരു പന്ത് പോലായിട്ട് കറങ്ങും. അവനൊരുത്തൻ്റെ പൊക്കത്ത് നിൽക്കുകയില്ല. കാരണം അവനറിയാം ഒരുത്തൻ്റെ പൊക്കത്ത് നിന്ന് ആദ്യത്തവൻ ചാവും, പിന്നെ അടുത്തവൻ ചാവും. അതിനാണ് അവൻ കറങ്ങും, ബോള് കറങ്ങുന്നവൻ. അപ്പോൾ അടി വരുന്നവന് ശ്വാസം കിട്ടാതാവുമ്പോഴേക്ക് അവനൊന്ന് കറങ്ങി വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്വാസം കിട്ടും. അപ്പോഴായിരിക്കും നിങ്ങൾ കുളിക്കടവിലിറങ്ങി നിൽക്കുമ്പോഴായിരിക്കും ഇവനിങ്ങനെ കറങ്ങി വരുന്നത് ഒരു പന്തായിട്ട്. വരുന്ന വരവിൽ നിങ്ങളുടെ ദേഹത്തേക്ക് അവൻ കയറും. കടിക്കാനാണെന്നോർത്ത് നിങ്ങൾ തൂക്കും, അപ്പോൾ അവൻ കടിക്കും. തൂത്തില്ലെങ്കിൽ അവൻ കടിക്കില്ല. നിങ്ങൾ കരയ്ക്കോട്ട് കയറിയാൽ അവൻ ഇറങ്ങിപ്പോവും. നിങ്ങൾ രക്ഷകനെ അവൻ കാണും. കണ്ടിട്ടില്ല? നിങ്ങൾ തൂത്തിട്ടേ ഉണ്ടാവുള്ളൂ. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകരനിൻ തിരുമൈ വിട്ടകലാത ചിന്തയും. ഗുരുനാരായണൻ ആ ഗൗരവം കൊണ്ടാണ് ഗുരുവാകുന്നത്. അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ലഘുവാകുന്നത്. പക്ഷെ ലഘുവും ഗുരുവാകും. അതിനൊരു പ്രമാണമുണ്ട്. ലഘു ഗുരുവാകുന്നതിന് എളുപ്പവഴികളുണ്ട്. അനുസ്വാരം, വിസർഗം തൻ, ചില്ലു കൂട്ടക്ഷരം താനോ പിൻവന്നാൽ ഹ്രസ്വവും ഗുരു. കലിയുഗത്തിൽ അങ്ങനെയാ ഉണ്ടാകുക. അത് മനസ്സിലാക്കാതിരിക്കാൻ നല്ലത്. അനുസ്വാരം വിസർഗം താൻ, ചില്ലു കൂട്ടക്ഷരം താനോ പിൻവന്നാൽ ഹ്രസ്വവും ഗുരു. അല്ലാതെയുണ്ട്. അല്ലാതെ കുറച്ചുകൂടി എളുപ്പമുണ്ട്. പാടി നീട്ടാം ലഘുക്കളെ, അങ്ങനെ ഗുരുവാകും. കാകളിയിലും കളകാഞ്ചിയിലും കേരളത്തിലാവുമെന്ന് സാരം. ഒരുപാട് ആലോചിക്കണ്ട. ആലോചിച്ചാൽ വിശ്വാസം ഉണ്ടാവും. ഞാനിങ്ങനെ വല്ല വിഡ്ഢിത്തമൊക്കെ പറയും. അതെനിക്കൊരു ജന്മസിദ്ധമായതാണ്. അതുകൊണ്ട് ആ വിഡ്ഢിത്തമൊക്കെ കേട്ട് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുകയൊന്നും വേണ്ട. രസത്തിനിരുന്നാൽ മതി. ചിലർക്ക് വല്ലാതെ തല പോയാൻ തുടങ്ങി. എന്തിനാ തലയുണ്ടേ പോഞ്ഞാൽ പോലെ. ശരിയല്ല. ഇതൊക്കെ വരുന്ന ഒഴുക്കിന് വന്നു പോകുന്നതാണ് പറയണമെന്ന് വിചാരിച്ചു പറഞ്ഞാൽ. അപ്പോ അതൊക്കെ കണ്ട് അത്ഭുതത്തപ്തനാകും. ആശ്ചര്യവത് പശ്യതി കച്ചിതേനം. അതിന്റെ ആശ്ചര്യം. ഇതിത്ര ആശ്ചര്യമാണെങ്കിൽ ഇതിനെ ഇല്ല എന്ന് നിശ്ചയിച്ചിരിക്കുന്നവൻ, ഇത്രയും ആശ്ചര്യമുള്ള, ആദ്യം കുളിപ്പിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചില്ല ഇതില്ലെന്ന് പറയാനാണെന്നല്ലേ? കുളിപ്പിക്കുമ്പോൾ വിചാരിച്ചത് ഞാൻ വലിയ കാര്യം പറയാനാണെന്നായിരുന്നു. കിഞ്ചിതി ഇല്ല എന്ന്, ഒട്ടും തന്നെ ഇല്ല എന്ന് നിശ്ചയിച്ചിരിക്കുന്നവൻ, നിർവാസന വാസനയറ്റവനും, സ്തൂത്രിമാത്രഹാസൻ പ്രകാശസ്വരൂപനുമായി. സ്തൂർത്തം പ്രകാശം, സ്ഫൂർത്തിയല്ല, സ്തൂർത്തി. സ്ഥൂലം. സ്ഫൂർത്തി മാത്രം. സ്ഥലത്തിന്റെ സ്ഫുരണം, അതും പ്രകാശം തന്നെ. പഴയ മലയാളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ചില ആളുകൾ, അല്ലാതെ മലയാളത്തിലില്ല. സ്ഫൂർത്തി പിന്നെയും ഉപയോഗിച്ചിട്ടുണ്ട്. സ്ഫൂർത്തി മാത്രസൻ, പ്രകാശസ്വരൂപനുമായി. കിഞ്ചിത്തിന്
ഒന്നും തന്നെയില്ല അസ്ഥീതി എന്ന് ജ്ഞാത്വ അറിഞ്ഞ് ശാമ്യതി ശാന്തനായിത്തീരുന്നു. അപ്പം വിവിധാശ്ചര്യ രൂപമായി പ്രപഞ്ചം നിസ്സാരമെന്നറിഞ്ഞവൻ, സാരമില്ലാത്തത് എന്നറിഞ്ഞവൻ, നിസ്സാരം, ആശാരഹിതനും സ്വയം പ്രകാശനുമായി അന്യമായി യാതൊന്നുമില്ല എന്ന പോലെ ശാന്തനായിത്തീരുന്നു. ഇനി ആത്മസംസ്ഥിതിയെപ്പറ്റി പറയാൻ പോവുകയാണ്. ആത്മസംസ്ഥിതി, കൃതാർത്ഥത, ഈ ജീവൻ മുക്തിയിലേക്ക് എത്തി കൃതകൃത്യനായി കൃതാർത്ഥനായിത്തീരുന്നത് നമുക്കടുത്ത ക്ലാസ്സിലേക്ക്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ആ ആ